എന്ത് ചെയ്യണമെങ്കിലും പേന എടുത്ത് പേപ്പറിൽ എഴുതി നോക്കണം നമ്മൾ. ക്ലാരിറ്റി അപ്പോഴേ വരുള്ളൂ. തലയ്ക്കകത്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, പുകയാണ്. നമ്മൾ എഴുതണം. 2 സ്റ്റാഫിനെ ഹയർ ചെയ്യണമെങ്കിൽ സ്റ്റാഫിന് എന്ത് ക്വാളിറ്റി വേണം, എന്ത് സംഭവമാണ് എഴുതുക. ഫസ്റ്റ് നിങ്ങളുടെ സിസ്റ്റം ഇംപ്ലിമെൻ്റ് എഴുതാനാണ്. നമ്മളിന്ന് കുറച്ച് എഴുതും ഫസ്റ്റ്. എല്ലാം പുക വലി മാറ്റണം. എന്താണ് ശരിക്കുള്ള പ്രശ്നം? സാർ, എൻ്റെ വീട്ടിൽ ആകെപ്പാടെ പ്രശ്നമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കണം, എൻ്റെ പ്രശ്നം സാറ് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളത് എഴുതൂ ആദ്യം. എന്താണ് പ്രശ്നം? എഴുതുമ്പോൾ തന്നെ അത് സോൾവ് ആവും. വേറെ കാര്യം. അപ്പം എഴുതുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തിനുകൊണ്ട്? എഴുതുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എഴുതിയ സംഭവത്തിനെ ചെറിയ മൈക്രോ ആക്ഷൻസ് എടുത്തിടും. എൻ്റെ ആ ഫസ്റ്റ് വീഡിയോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല. ആദ്യം ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചു. പിന്നെ അതിനുവേണ്ടി നല്ലൊരു പേര് തപ്പി നടന്നു കുറേ നാൾ. എവിടെ നിന്ന് ഒരു മില്യണിയർ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാം. കാരണം ഞാനിങ്ങനെ ബിസിനസ്സുകാരുടെ പെയിൻ പോയിന്റ്സ് എടുത്തു. ഈ ബിസിനസ്സുകാരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു വാക്കാണ് മില്യണിയർ. മനസ്സിലായോ? എന്തോ അതിനകത്തൊരു പ്രൗഢി എന്ന്. ഞാൻ കൊള്ളാമല്ലോ മില്യണിയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേര് കൊത്തുമല്ലോ അതിൽ. മില്യണിയർ ബിസിനസ്, ഓക്കെ, കൊള്ളാം. പിന്നെ ഞാൻ സീക്രട്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാനൊരു സീക്രട്ട് പറയട്ടെ അല്ലേ? സീക്രട്ട്, മില്യണിയർ ബിസിനസ് സീക്രട്ട്, അത് എഴുതി അങ്ങ് വെച്ചു. അപ്പോൾ എൻ്റെ മൊബൈൽ ഉണ്ടെന്ന് എഴുതി വെച്ചു. എന്ത് ഷൂട്ട് ചെയ്യുക പിന്നെ അടുത്ത. അപ്പം ആ സംഭവം ഐഡിയ വരുന്നതനുസരിച്ച് എഴുതി വെച്ചു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സ്ക്രിപ്റ്റായി. ആ സ്ക്രിപ്റ്റ് റെഡിയായി കഴിഞ്ഞപ്പോൾ ക്യാമറ ഓൺ ചെയ്തു, അങ്ങ് സംസാരിച്ചു, എഡിറ്റ് ചെയ്ത് സംഭവം കിട്ടും. ഓക്കെ, എവിടെ നിന്നാണ് നമുക്ക് ഐഡിയ കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് എഴുതുന്നു. രണ്ടാമത് ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ പേരാണ് മൈക്രോ ആക്ഷൻസ്. ചെറിയ സ്റ്റെപ്സ് എല്ലാ ദിവസവും എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്.